PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ആണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴാണ് PSC പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? മിക്കവാറും ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ, 1 2 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പലരും PSC പഠനം അല്ലെങ്കിൽ PSC പരിശീലനം അല്ലെങ്കിൽ ഒരു PSC പരീക്ഷ ക്ലിയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു മുന്നോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായും അവർക്ക് കുറെ ബേർഡൻസ് അവരെ ഒന്നുകിൽ മിക്കവാറും ബോയ്സിന് ഫിനാൻഷ്യൽ ബേർഡൻസ് ഉണ്ടാവും, ഗേൾസ് ആണെങ്കിൽ ഫാമിലി ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ. മറ്റൊന്ന്, മിക്കവാറും ചിലപ്പോൾ ബിടെക് ഒക്കെ കഴിഞ്ഞായിരിക്കും, എന്നിട്ടാണ് LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, മനസ്സിലുള്ള ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകള് ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലത്തെ മാഗസിൻസ്, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് തോന്നിക്കുന്ന മാഗസിൻസ് ആരും കാണാതെ, വീട്ടിൽ ആരും കാണാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ശരിക്കും ഇതിനൊക്കെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നാലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇനി പഠിക്കാനിരുന്നാൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. ചിലര് SSLC അല്ലെങ്കിൽ +2 പരീക്ഷ കഴിഞ്ഞതിന്റെ ശേഷം വേണ്ട രൂപത്തിൽ പിന്നെ പഠനത്തിലേ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊഴിലിനൊക്കെ പോയി കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമായിരിക്കും വീണ്ടും PSC എന്ന ഒരു ആഗ്രഹം മനസ്സിൽ വന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, കോൺസെൻട്രേഷൻ കിട്ടാത്തത്, ഡെഡിക്കേഷൻ ഉണ്ടാവില്ല, കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ചില മോട്ടിവേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ ചില ആളുകൾക്ക് നല്ല റാങ്ക് ഒക്കെ കിട്ടുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിന് തന്നെ ആയിരിക്കും, ക്ലാസ്മേറ്റ്സിനായിരിക്കും, അവർക്കൊക്കെ ഇത് കിട്ടുന്ന കാണുമ്പോൾ എന്നാ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാം. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഡൗൺ ആകുന്നു. ചില ആളുകള് 4 വർഷം, 5 വർഷം, 10 വർഷം ഇങ്ങനെ പ്രിപ്പറേഷന്റെ വർഷങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ട് എപ്പോ ചോദിച്ചാലും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് പറയും. എന്നാൽ അവർ റാങ്ക് ലിസ്റ്റിൽ വേണ്ടതുപോലെ വരികയില്ല. ഇനി വന്നാൽ തന്നെ ഏതെങ്കിലും അവസാന റാങ്ക് ലിസ്റ്റിന്റെ അവസാനത്തിൽ പെട്ടുപോവുകയും നിയമനം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ അവിടെയും പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഒരു നല്ലൊരു ജോലി സെറ്റിൽ ആവട്ടെ എന്നിട്ട് കല്യാണമൊക്കെ കഴിക്കാം. അപ്പൊ കുറെ ആ യൂത്ത്, ആ ഒരു യുവരക്തം എന്ന് പറയുന്ന ആ ഒരു സമയമാണ് ജീവിതത്തിൽ കടന്നു പോകുന്നത്. പലപ്പോഴും പല അതേപോലത്തെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാതെ ഈ പഠനം എന്നുള്ള കാര്യം മാത്രം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടാവും. അപ്പം വരുന്ന ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ്, സ്ട്രെയിന്, അതുപോലെ ആളുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒരുപാട് ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ? കുറെ ആയില്ലേ പ്രിപ്പയർ ചെയ്യുന്നു, എന്താ കിട്ടാത്തത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ലേ, ഇങ്ങനെ എന്താ വരുമാന മാർഗം, ഇപ്പോഴും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്താൽ മതിയോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾ തന്നെ ചോദിച്ചു തുടങ്ങും. അപ്പം കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫംഗ്ഷനോ ഇനി കുടുംബത്തിൽ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അത്ര എനർജി നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ പങ്കെടുക്കാൻ. അപ്പൊ ഇങ്ങനെ എത്ര പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ് ഒരു PSC പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഉണ്ടാകുന്നെന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ മനസ്സിലാക്കി ഒരു ടൈം ലൈനൊക്കെ ഫിക്സ് ചെയ്ത്, നമ്മുടെ ഷാ ഫൈസൽ IAS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ മുമ്പേ ഫസ്റ്റ് റാങ്ക് ആണ്, UPSC പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു ഡോക്ടറാണ് കാശ്മീരിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ടോക്കില് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഗവൺമെന്റ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 5 year പ്ലാൻ എന്നുള്ള രൂപത്തിൽ കാണരുത്. നമ്മള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുമ്പേ 5 year പ്ലാനുകൾ വെച്ചായിരുന്നു അജണ്ടകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓരോ 5 year പ്ലാനുകളായിട്ടാണ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ PSC പഠനം എന്നുള്ള അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള പഠനം എന്നുള്ളത് ഒരു 5 year പ്ലാൻ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട സാധനമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ തന്നെ അനുഭവത്തിൽ നിന്ന് ഇപ്പൊ ഷീൻ PSC ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന 10 ആളുകൾ നമുക്കിങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ തന്നെയാണ്, എണ്ണി പറയാൻ പറ്റുന്ന ആളുകളാണ്. അവര് വരുന്നു, ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഒരു 6 മാസം വളരെ നന്നായിട്ട് ക്ലാസ്സുകൾ നമ്മൾ പറയുന്ന അതേപോലെ ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്
അതിന്റെ സിസ്റ്റത്തിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മെറ്റീരിയൽസ്, ഡെയിലി ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയി വീട്ടില് നേരത്തെ ഞാൻ പറഞ്ഞ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും അത് ഓൺലൈനാണ്, ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ടല്ല പഠിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് വിതിൻ നമുക്ക് പറയാം ഒരു 18 months ഒക്കെ റിസൾട്ടിലേക്ക് എത്തിയ, ഇപ്പം സർവീസിൽ സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാകുന്ന എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, ഒരു കുട്ടി ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന നേരത്തെ പറഞ്ഞ പോലത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ അതാ ദിവസം പരിഹരിച്ചു പോവുകയാണെങ്കിൽ, ആ ഡെഡിക്കേഷനും കൺസിസ്റ്റൻസിയും ഒക്കെ കീപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു 5 year പ്ലാൻ ആയിട്ട് മാറില്ല. 1-2 വർഷത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് കയ്യിൽ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ഗവൺമെന്റ് സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ PSC മാത്രമല്ല ഇവിടെ ഉള്ളത്. PSC പരീക്ഷ പോലെ തന്നെ SSC ഉണ്ട്, റെയിൽവേ ഉണ്ട്. റെയിൽവേന്റെ ഗ്രൂപ്പ് ഡി, GD, ഗ്രൂപ്പ് ഡി ഒക്കെ ലക്ഷക്കണക്കിന് പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഏകദേശം ഒരേപോലെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. പിന്നെ അതിൽ എക്സ്ട്രാ വരുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് PSCയിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നന്നായിട്ട് ഒരു ലേസർ ഷാർപ്പ് ഫോക്കസ്. ഇതേപോലെ ചില ആളുകളോട് ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു മറുപടി ഒന്നുമില്ല. അതിൽ നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾക്ക് അപേക്ഷ കൊടുക്കാറുണ്ട്, അതും ഒരു മറുപടി ഒന്നുമില്ല. അത് വാട്സപ്പിൽ ഏതെങ്കിലുമൊക്കെ അപേക്ഷകൾ വിളിച്ചു എന്ന് കണ്ടാൽ ആപ്ലിക്കേഷൻ കൊടുക്കും. ഒരു തൊഴിൽ പ്രസിദ്ധീകരണം കയ്യിലില്ല. ശരിക്കും ഒരു തൊഴിൽ പ്രസിദ്ധീകരണം കയ്യിലുണ്ടെങ്കിൽ എന്താ ഗുണം? എല്ലാ നോട്ടിഫിക്കേഷൻസും അതിൽ കാണാൻ നമുക്ക് എല്ലാ ആഴ്ചയും എക്സാമുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. പിന്നെ ഫാമിലിയും സ്റ്റഡീസും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ്. ഫാമിലിയിലെ കുഞ്ഞുങ്ങളുണ്ടാകാം, വീട്ടിലെ പ്രായമുള്ളവരുണ്ടാകാം, ഇവരൊക്കെ നോക്കിയതിന് ശേഷമാണ് പഠനം നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡെയിലി ഒരു 3 hours നമുക്ക് ഏത് തിരക്കുള്ള വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും 3 hours നമുക്ക് എടുക്കാൻ കിട്ടണം. അങ്ങനെ കിട്ടാൻ വിചാരിച്ചാൽ സാധ്യമല്ലാത്ത ആരാളുള്ളത്. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, മിക്കവാറും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സാർ കാര്യങ്ങൾ തന്നെ ശരി തന്നെയാണ്, പക്ഷേ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ 5 AM ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം മിക്കവാറും ആളുകൾ 8 മണിക്കാണ് എഴുന്നേക്കുന്നത്. അപ്പൊ 5 മണിക്ക് എഴുന്നേക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നപ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം എന്താ, 5 മണിക്ക് 8 മണി വരെ ആകുമ്പോഴത്തേക്ക് 3 മണിക്കൂർ കിട്ടുകയാണ്. ചിലര് ആ സമയത്ത് മുഴുവൻ പണികളും തീർക്കുന്നു. വീട്ടിലത്തെ സ്ത്രീകളാണ് മിക്കവാറും ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വീട്ടമ്മമാരാണ്. കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് അവർക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ചിലർ ജോലിക്കാരാണ്, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന, അവർക്ക് അതിരാവിലെയും രാത്രിയും പഠിക്കാനുള്ള അവസരമുണ്ട്. ഇതുപോലെ ഇനി കോളേജ് സ്റ്റുഡൻസ് ചിലര് വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. വളരെ റെയറാണ്. കോളേജ് സമയത്തൊന്നും ആർക്കും PSC ഒന്നും മനസ്സിലേക്ക് ഓടില്ല. പക്ഷെ വളരെ റെയർ ആയിട്ടാണെങ്കിലും കുറച്ച് കുട്ടികൾ വളരെ സിൻസിയർ ആയിട്ട് PSCക്ക് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പൊ ഇവരോട് 5 AM ക്ലബ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സമയത്ത് കൃത്യമായിട്ട് 5 മണിക്ക് ഇൻ ചെയ്ത് പിന്നെ ഒരു 3 മണിക്കൂർ പഠിക്കുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുക, രണ്ടും ചെയ്യാം. പഠിക്കുന്നവർ ആ സമയം നന്നായിട്ട് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അല്ലാതെ ഒരു ദിവസം ഒരു റാങ്ക് ലിസ്റ്റ് വാങ്ങിച്ച് കുറെ അത് ബൈഹേർട്ടാക്കി പിന്നെ ഏതെങ്കിലും PSC എക്സാം വരുമ്പോൾ ബസ്സിൽ തിരക്ക് പിടിച്ച ബസ്സിൽ കയറി എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ മറ്റുള്ളവരെയോ കൂട്ടി ഒരു പിന്നെ PSC സെന്ററിൽ പോയി പരീക്ഷ എഴുതി തിരിച്ചു വന്ന് ഈ രൂപത്തിലൊരു എന്താ പറയാ, സാധാരണ നമ്മൾ കാണുന്ന ഒരു PSC ആസ്പിരന്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് 5 year പ്ലാനും 10 year പ്ലാനൊക്കെ ആവും. അവസാനം ഇതൊന്നും എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഈവൻ നല്ല സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലൊക്കെ നന്നായിട്ട് പഠിച്ച റാങ്കുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ച ആളുകൾ പോലും ഈ രൂപത്തിൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. എന്നാലോ വളരെ സിമ്പിൾ ആയിട്ട് ബിലോ ആവറേജ് എന്ന് ക്ലാസ്സുകളിൽ, സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ബിലോ ആവറേജ് എന്ന് പറഞ്ഞു നടന്നിരുന്ന കുട്ടികൾ പോലും നല്ല റാങ്കോടെ PSC പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അവസരങ്ങളാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ.